ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു കോളിഫ്ലവർ കറിയാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലാണ് നമ്മളിതിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുറിച്ച് വെച്ച കോളിഫ്ലവർ നമുക്കിതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു മൺചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. ചട്ടി ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും 4-5 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സവാളയും 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള സവാളയായിരുന്നു. തീരെ ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് വാട്ടിയെടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. സവാള ഇങ്ങനെ വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു ചേരുന്നത് വരെ നമുക്കിതിങ്ങനെ വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വാടിയതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് ഒരല്പം വെള്ളത്തിൽ കുതിർത്തും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഇങ്ങനെ നേരിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാളികേരം ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത് 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കോളിഫ്ലവർ എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1.5 കപ്പ് അളവിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കറിയുടെ അതേ രുചിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ചിക്കൻ മസാല താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറി നന്നായി ഒന്ന് തിളക്കട്ടെ. അതുവരെ നമുക്കിങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം ഗ്രേവിയോട് കൂടിയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കിത് മുഴുവനായും വെള്ളം വറ്റിച്ചും തയ്യാറാക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ പാകത്തിനുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിതിലേക്ക് സവാള വഴറ്റുമ്പോൾ മാത്രമാണ് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ അതേ മണവും ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇതിന് മുകളിലേക്ക് നമുക്കൊരല്പം മല്ലിയില കൂടെ തൂവി കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. കോളിഫ്ലവർ ഇതുപോലെ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.